മലയാള ചലച്ചിത്ര പ്രേക്ഷകന് കാഴ്ചയുടെ ഐതിഹാസിക മാനങ്ങൾ തുറന്നിട്ട ബാനറാണ് നവോദയ. വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ സാങ്കേതിക വ്യാകരണം മാറ്റിയെഴുതിയ ചിത്രങ്ങൾ നവോദയ അപ്പച്ചൻ എന്ന 89കാരന്റെ ചങ്കൂറ്റവും ക്രാന്തദർശിത്വവുമാണ് മലയാളിക്ക് സിനിമ എന്ന കൗതുക ശൃംഗത്തിന്റെ കൊടുമുടി കാട്ടിക്കൊടുത്തത്. കേരളമെന്ന ഇത്തിരി മണ്ണിന് ഒത്തിരി കാര്യങ്ങൾ വെളിവാക്കിക്കൊടുത്തത് നവോദയ അപ്പച്ചൻ എന്ന അതികായന്റെ സാഹസികതകളെ സ്നേഹിക്കുന്ന നെഞ്ചൂക്ക് തന്നെ. നല്ല തങ്കയായിരുന്നു സാർ ആദ്യം ജോയിൻ ചെയ്യുന്ന സിനിമ ഉദയല്ലേ അല്ലേ? അത് അന്ന് ആ സിനിമയ്ക്ക് എന്ത് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു? KV കോശി ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. അങ്ങനെ ഈ തമിഴ് സിനിമ, ഹിന്ദി സിനിമ ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. അങ്ങേര് വന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള കഥകളെ ഇപ്പോൾ പോവുകയുള്ളൂ, അതുകൊണ്ട് നമുക്ക് നല്ല തങ്കി എടുക്കാം, നമുക്ക് പുതിയൊരു കമ്പനി തുടങ്ങാം. അങ്ങനെയാണ് KNK പ്രൊഡക്ഷൻസ്, കുഞ്ചാക്കോ കോശി പ്രൊഡക്ഷൻസ് ഉണ്ടാകുന്നത്. അങ്ങനെ നല്ല തങ്കി എന്ന സിനിമ തുടങ്ങി. നല്ല കഴിഞ്ഞ് പിന്നെ സൂപ്പർ ഹിറ്റായപ്പോഴത്തെ ജീവിതലവ് കഴിച്ചു പോകുന്നു. അതിൽ തിക്കുറിശി സുകുമാരൻ നായരാണ് ഹീറോ. മലയാള സിനിമയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് മനുഷ്യർക്ക്, പ്രൊഡ്യൂസർമാർക്ക് തോന്നിയത് ഈ സിനിമ കൊണ്ട് മാത്രമാണ്. അന്ന് എത്ര തിയേറ്ററിൽ റിലീസ് ചെയ്യുമായിരുന്നു? ഇത് പട്ടണങ്ങളിൽ മാത്രം 10 25 ഇല്ല 8 10 പ്രധാന സിറ്റീസ് മാത്രമേ ഉള്ളൂ അന്ന് റിലീസ് ചെയ്യാറുള്ളൂ. അന്നത്തെ പ്രൊഡക്ഷൻ പ്ലാനിങ് ഒക്കെ എങ്ങനെയാണ്? എല്ലാവരും ഒരു സ്ഥലത്ത് താമസിച്ചിട്ടാണോ? സ്റ്റുഡിയോയ്ക്കകത്ത് മാത്രമാണോ ഷൂട്ട് ചെയ്യുക, അത് പുറത്ത് ഷൂട്ട് ചെയ്യാമായിരുന്നു? അന്ന് സ്റ്റുഡിയോയിൽ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഒരു 20 ദിവസം കൊണ്ട് തീർക്കണം എന്നുള്ളതാണ്. 20 ദിവസം? അതെ. അതിനകം ഈ നടിയന്മാരുടെ എല്ലാം കോൾ ഷീറ്റ് വാങ്ങിക്കും. ഇവരെല്ലാം ഞങ്ങൾ ഒന്നിച്ച് ഉദയ സ്റ്റുഡിയോയിലാണ് താമസിക്കുന്നത്. അതിൽ ആക്ടേഴ്സിനൊക്കെ രാഗണി ക്വാർട്ടേഴ്സ്, പ്രേം നസീർ ക്വാർട്ടേഴ്സ്, ഇങ്ങനെ ഓരോരുത്തർക്കും ക്വാർട്ടേഴ്സ് പണിത് കൊടുക്കും. നല്ല നല്ല മുറികൾ കൊടുക്കും. നന്നായിട്ട് ഭക്ഷണം നടത്തി ഞങ്ങളൊരു വീട് പോലെ, കുടുംബം പോലെ അങ്ങനെയാണ് അന്ന് സിനിമ അഭിനയിച്ചിരുന്നത്. ഡബിങ് ഒന്നും ഇല്ലല്ലോ അന്ന്, നേരിട്ട് സൗണ്ട് എടുക്കുകയല്ലായിരുന്നു, ലൈവ് സൗണ്ട് റെക്കോർഡിംഗ് ആയിരുന്നല്ലേ? അതെ. അപ്പോൾ ഈ 20 ദിവസം ഷൂട്ടിങ്, അത് കഴിഞ്ഞ് എഡിറ്റിങ്ങിന് എത്ര ദിവസം എടുക്കുമായിരുന്നു? ഈ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് പോയി ഡെവലപ്പ് ചെയ്യും, അന്നന്ന് എഡിറ്റ് ചെയ്യും. അതുകൊണ്ട് 1-2 മാസത്തിനകം പടം റിലീസ് ചെയ്യും. അപ്പോൾ അന്ന് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ലാബ് എവിടെയായിരുന്നു? ലാബ് ഉദയ സ്റ്റുഡിയോയുടെ അകത്ത് തന്നെയായിരുന്നു. ഉദയയിൽ ലാബും ഉണ്ടായിരുന്നു അല്ലേ? ലാബും ഉണ്ടായിരുന്നു. 77 നവോദയ വരുന്നത് അല്ലേ? ബ്രദർ മരിച്ചപ്പോഴാണ് നവോദയ ഉണ്ടാവുന്നത്. കടത്തനാട്ട് മാക്കം എന്ന് പറയുന്ന സിനിമ 77 ചെയ്യുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ ബഡ്ജറ്റ്? അന്നൊരു 4-5 ലക്ഷം രൂപ ആണോ അതിൻ്റെ ബഡ്ജറ്റ്? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് തച്ചോടി അമ്പു സിനിമ സ്കോപ്പ്, ആദ്യത്തെ സിനിമ സ്കോപ്പ്. അപ്പോൾ ജിജോ ജോസ്മാർക്ക് അവർക്ക് എപ്പോഴും ചേഞ്ച് വേണം, സിനിമയിൽ ചേഞ്ച് വേണം. അങ്ങനെയാണ് ഈ സിനിമ സ്കോപ്പിലേക്ക് പോകുന്നത്. സിനിമാ സ്കോപ്പ് ഉള്ള സിനിമാ തിയേറ്റർ അന്ന് 25 എണ്ണേ ഉള്ളൂ. 25 എണ്ണത്തെ കൊണ്ടുപോയി കാണിക്കാനൊക്കെ ഉള്ളു. പിന്നെ അതിന് പകരം ഞങ്ങൾ വേറെ ഒരു 25 സെറ്റ് ലെൻസ് വാങ്ങിച്ചു, 25 സെറ്റ് സ്ക്രീൻ വാങ്ങിച്ചു. ഇത് രണ്ടും പുതിയ പുതിയ തിയേറ്ററുകൾക്ക് വാടകയ്ക്ക് കൊടുത്തു. ഇതിന് വലിയൊരു കളക്ഷൻ വന്നപ്പോൾ ധാരാളം, പ്രത്യേകിച്ച് മലബാറിലുള്ള സകല എയും ബിയും സി ക്ലാസ് വരെ സിനിമാ തിയേറ്ററായി. എല്ലാ ഗ്രാമങ്ങളിലും ഈ തിയേറ്റർ ഒരു കിടാവിളക്കുകളായി. ഗ്രാമങ്ങളിലെ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഈ രാത്രികാലത്തായി. ഗ്രാമങ്ങളിലെയും പഞ്ചായത്തുകളിലെയും എല്ലാ സ്ഥലത്തെയും വരുമാനം സിനിമ കൊണ്ടായിരുന്നു. അങ്ങനെ ഒരു സുവർണ കാലമായിരുന്നു അത്.